3 പതിറ്റാണ്ടിന് ശേഷം അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും പദയാത്ര എന്ന ചിത്രത്തിലൂടെ വീണ്ടും ഒന്നിക്കുന്നു. ഗ്രേസ് ആന്റണി നായികയായെത്തുന്ന ചിത്രത്തിൽ ഇന്ദ്രൻസും പ്രധാന വേഷത്തിലെത്തുന്നു. തകഴി ശിവശങ്കരൻ പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 8ാമത്തെ ചിത്രമാണ് പദയാത്ര. 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് പദയാത്ര. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 8ാമത്തെ ചിത്രത്തിൽ നായികയായി ഗ്രേസ് ആന്റണിയും പ്രധാന വേഷത്തിൽ ഇന്ദ്രൻസും അഭിനയിക്കുന്നു. അടൂരും KV മോഹൻകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത്. മീര സാഹിബാണ് മുഖ്യ സംവിധാന സഹായി. ഛായാഗ്രഹണം ഷെഹനാദ് ജലാൽ നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകറാണ്. കലാസംവിധാനം ഷാജി നടുവിലും സംഗീതം മുജീബ് മജീദും നിർവഹിക്കുന്നു. തകഴി ശിവശങ്കരൻ പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കുന്നത്. വിധേയന് ശേഷം 31 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണനും വീണ്ടും ഒരുമിക്കുന്നത്. വിധേയനിലെ ഭാസ്കര പട്ടേലരിന് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. മതിലുകളിലെ അഭിനയത്തിനായിരുന്നു മമ്മൂട്ടിക്ക് ആദ്യ ദേശീയ അവാർഡും അടൂർ ഗോപാലകൃഷ്ണന് മികച്ച സംവിധായകനുള്ള അവാർഡും ലഭിച്ചത്. ഈ കൂട്ടുകെട്ട് മലയാള സിനിമയിൽ വീണ്ടും ചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം. ന്യൂസ് ഡെസ്ക് മെട്രോ 7. പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവം ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ ആഘോഷിക്കുന്നു.